ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ചല്ല. ഹൈറിച്ചിലെ ആൾക്കാരൊക്കെ ചേക്കേറിയിരിക്കുന്ന ഓക്സിജനോ എന്നതിൻ്റെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ്. അപ്പോൾ ഓക്സിജനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടറാണ്, സജീവ് കുമാറോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു ഡോക്ടറാണ്. അദ്ദേഹം പറയുന്നു അദ്ദേഹം പൊന്നാനിക്കാരനാണെന്ന് പറയുന്നു. പക്ഷേ പൊന്നാനിയിലെ ആർക്കും അദ്ദേഹത്തിന് അറിയില്ല. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നു അദ്ദേഹം കോട്ടയത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ആണെന്ന് പറയുന്നു. അദ്ദേഹം എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ആയതെന്ന് അറിയില്ല. അപ്പോൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വിളിച്ച് ചോദിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ആരും കണ്ടിട്ടില്ല. പിന്നെ ഇദ്ദേഹം പറയുന്നത് പല കാര്യങ്ങളും അദ്ദേഹം ഉണ്ടാക്കി എന്ന് പറയുന്ന പിന്നെ പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരും ഉണ്ടാക്കാത്ത പ്രൊഡക്റ്റുകളൊക്കെയാണ്. അത്രമാത്രമുള്ള അവകാശവാദങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എല്ലാത്തിനും മരുന്നുകൾ ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. പക്ഷെങ്കിൽ അത് മരുന്നല്ല താനും. അപ്പോൾ ഇത് ഒരു തരത്തിൽ പ്രൊഡക്റ്റ് ഇല്ല. ഹൈറിച്ചിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഇല്ല എന്നുള്ളതായിരുന്നു. അവർ അഭിമാനത്തോടു കൂടി പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് ചായപ്പൊടിയും എന്താണ് മൂലക്കുരുവിൻ്റെയും അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ വിറ്റിട്ട് നമ്മൾ പൈസ പറ്റിക്കുന്നില്ല. അപ്പോൾ ഇവർ അതേ ആൾക്കാർ ഒരു 5-6 മാസത്തിന് ശേഷം ഇവർ അതേ പണിയെടുക്കാൻ വേണ്ടിയിട്ട് റെഡിയായിരിക്കുകയാണ്. കണ്ണൂർ ജില്ല അല്ലെങ്കിൽ കാസർഗോഡ് ജില്ല, മലപ്പുറത്തൊക്കെയുള്ള എല്ലാവരും കൂട്ടത്തോടു കൂടി ഹൈറിച്ച് ഉപേക്ഷിച്ചുകൊണ്ട് ഈ ഓക്സിജനോ എന്ന് പറഞ്ഞിരിക്കുന്ന കമ്പനിയിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 മറ്റോ രജിസ്റ്റർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് കുറച്ച് ആൾക്കാരെ, അതിന് പറ്റിയ ആൾക്കാരെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരെ കൂടെ കൂട്ടി ഇതുപോലെയുള്ള വ്യാജ വൈദ്യനെ കൂടെ കൂട്ടി അതുപോലെ വ്യാജ വൈദ്യം മരുന്ന് എന്ന് പറഞ്ഞ് ഇവരെ ആൾക്കാരെ പറ്റിക്കുകയാണ്. അപ്പോൾ ഒറ്റൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഇവരുടെ യാതൊരു കാര്യങ്ങളും ഇവരുടെ വെബ്സൈറ്റിലില്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പറയാൻ പറ്റും, ഇതിൽ എന്തോ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ വെബ്സൈറ്റിൽ യാതൊരുവിധ പ്രൊഡക്റ്റുകളെ കുറിച്ചുമില്ല, ഇവരുടെ എന്താണ് പ്രവർത്തനങ്ങൾ എന്നില്ല, ഒന്നുമില്ല. എല്ലാം അറിയണമെങ്കിൽ ലോഗിൻ ചെയ്ത് അല്ലെങ്കിൽ ഇവരുടെ മീറ്റിങ്ങുകളിൽ ഏതെങ്കിലും ഒരു തട്ടും പുറത്ത് നടക്കുന്ന മീറ്റിങ്ങുകളിൽ അറ്റൻഡ് ചെയ്ത് വേണം ഇവർ ഈ തട്ടിപ്പിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തട്ടിപ്പ് നടത്തി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഇതിൻ്റെ തലപ്പത്തും ഇതിൻ്റെ ലീഡർമാരോ ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് യാതൊരു വിധത്തിലുള്ള ടെസ്റ്റുകളുടെയോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകളുടെയോ പിൻബലത്തിലല്ല ഇവർ ഈ പ്രൊഡക്റ്റുകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്തെങ്കിലും പ്രൊഡക്റ്റ് കൊടുക്കണം എന്നുള്ളത് നിയമമാണ്, അതുകൊണ്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിരവധി പരാതികൾ ഈ കമ്പനിക്കെതിരെ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. FIR ഒന്നും ഇതുവരെ വന്നിട്ടില്ല തോന്നുന്നു. പക്ഷേങ്കിൽ നിരവധി പരാതികൾ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഇതുപോലെയുള്ള വ്യാജ വൈദ്യൻ, വ്യാജ മരുന്ന് വിൽപ്പന എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനൊന്നും പ്രതികരിക്കാൻ ഈ ഓക്സിജനിലെ ആൾക്കാർ തയ്യാറല്ല എന്നുള്ളതാണ് വേറെ ഒരു കാര്യം. ഇതിനൊന്നും ഈ സജീവൻ എന്ന് പറയുന്ന ഈ ഡോക്ടറുടെ സജീവ് കുമാറോ ഇദ്ദേഹത്തിൻ്റെ എവിടുന്നാണ് ഇദ്ദേഹം PhD കൈക്കലാക്കിയത്, എവിടെയാണ് വർക്ക് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഇദ്ദേഹത്തിന് പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം അടിമുടി ഒരു വ്യാജനാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ബൈ.